ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പല്ലവിയും സേതുവും പരസ്പരം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. പല്ലവി ആണെങ്കിൽ ഒരു ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയെ പറ്റിയൊക്കെ പറയുന്നു. സേതു ആണെങ്കിൽ അതൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ആ ഇഷ്ടം അത് പറയാതെ പലതവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അവർ രണ്ടുപേരും. ഈ സമയം പിന്നെ കാണിക്കുന്നതോ പോലീസുകാർ രാത്രിയായപ്പോൾ ചെറിയൊരു വീട് തപ്പി വരുന്നു. ആ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരിയുടെ ഓട്ടോ കത്തിച്ച് അവൻ ഒളിച്ചിരിക്കുന്ന വീടായിരുന്നു. ആ വീട്ടിൽ പോലീസുകാർ ചെന്ന് വളഞ്ഞു. ഇവനെ കയ്യോടെ പിടികൂടി പൊക്കിയെടുത്ത് കൊണ്ടുപോവുക. അങ്ങനെ പോലീസുകാർ ഇവനുമായിട്ട് പോയി ഇവനെ ലോക്കപ്പിൽ കൊണ്ടാക്കി. അതിനുശേഷം നമ്മുടെ നിരഞ്ജനമ്മയുടെ ഇവനെ വട്ടം കറങ്ങി നടന്ന് ഇവനെ ചോദ്യം ചെയ്യുവാണ്. അപ്പം എനിക്കറിയാം ശ്രീഹരിയുമായിട്ട് നിനക്ക് യാതൊരു ശത്രുതയില്ല എന്നുള്ള കാര്യം. പിന്നെ പമ്പിൽ നിന്ന് ക്യാനിൽ പെട്രോൾ വാങ്ങിയത് നീയാണെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. നീ സഞ്ചരിച്ച റൂട്ടുകളുടെയും CCTV ദൃശ്യങ്ങളും ഞങ്ങളുടെ കൈകളിലുണ്ടെന്നും മേഡം ഇവനോട് പറയുക. തെളിവുകൾ മുഴുവനും നിനക്കെതിരാണല്ലോ മോനെ. രക്ഷപ്പെടാവെന്ന് നീ വിചാരിക്കുകയേ വേണ്ട. നീ പെടുവെന്നും മേഡം പറഞ്ഞു. അകത്താകുമെന്നും 100% ഉറപ്പ് പറഞ്ഞു. അങ്ങനെ സംഭവിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ സത്യം സത്യമായിട്ട് തന്നെ നീ തുറന്നു പറയണമെന്ന് പറഞ്ഞു. പറ, ആരാവശ്യപ്പെട്ടിട്ടാ നീ അത് ചെയ്തത്? പറയടാന്ന് പറഞ്ഞു. ആ സമയം പൂർണിമ ടെക്സ്റ്റൈൽസിൻ്റെ ഉടമ പൂർണിമ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ നീ എന്നോട് നുണ പറയരുതെന്ന് പറഞ്ഞു മേഡം. അവരൊരിക്കലും അങ്ങനെ ചെയ്യുന്നവരല്ലെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെന്നും എൻ്റെ ഫോൺ വേണമെങ്കിൽ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാവുന്നും അതിൽ വന്ന കോള് ക്യാഷ് അയച്ച ആ ഒരു അക്കൗണ്ട് നമ്പർ ഇതെല്ലാം പൂർണിമ മേഡത്തിൻ്റെ ആണെന്ന് ഇയാൾ പറയുക. അവർ നിന്നെ ഫോണിലാണോ ബന്ധപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. എനിക്കവരെ നേരത്തെ അറിയാവുന്നതാണെന്നൊക്കെ പറഞ്ഞു. കുറച്ചു കാലം അവരുടെ ടെക്സ്റ്റൈൽസിൽ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയാം. അപ്പോൾ ഫോണിൽ കൂടി അവർ എന്താ പറഞ്ഞത്? അവരുടെ മകളെ ഒരു ഓട്ടോക്കാരൻ കല്യാണം കഴിച്ചെന്നും അവൻ്റെ ഓട്ടോ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത് അവരെ അപമാനിക്കുകയാണെന്നും അങ്ങനെ അവരെന്നോട് പറഞ്ഞതെന്ന കാര്യം പറയാം. ആ അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ആ ഓട്ടോ തല്ലിപ്പൊളിക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ തല്ലിപ്പൊളിക്കാനാണ് പറഞ്ഞത്, അല്ലാതെ കത്തിക്കാനല്ലല്ലേ? അപ്പോൾ അല്ലാന്ന് പറഞ്ഞു. ഞാൻ കത്തിക്കാൻ തീരുമാനിച്ചതെന്നും ഇയാൾ പറയാം. തല്ലിപ്പൊളിക്കുന്നതിനേക്കാളും എളുപ്പമല്ലേ കത്തിക്കുന്നതെന്ന് ഇവൻ പറയൂ കേട്ടോ. പൂർണിമ അങ്ങനെ ചെയ്യുമെന്ന് എന്തോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ഈ മേഡം പറയുവാണ്. എന്തായാലും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അപ്പോൾ അന്വേഷിച്ചാലും പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല മേഡം. ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് സത്യം. അവരൊക്കെ നല്ല സ്വാധീനമുള്ള ആൾക്കാരാ. കുടുങ്ങുമ്പം ഞങ്ങളെപ്പോലുള്ളവർ കുടുങ്ങുമെന്ന് പറഞ്ഞു. നിന്നെ ആ ജോലി ഏൽപ്പിച്ചവരാരായിരുന്നാലും അവരെ നിന്മത്തിൻ്റെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും. അതിന് യാതൊരു വിട്ടുവീഴ്ച എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ മേഡം പറഞ്ഞു. അങ്ങനെ ഇവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് മേഡം അവിടുന്ന് പോരുക. ഇവനെ സെല്ലിലിട്ട് പൂട്ടുകയും ചെയ്തു. അവൻ അവിടെ ഇരിക്കുക. പിറ്റേന്നതേ അമ്മയും മക്കളും ആസ്വദിച്ചിരുന്നു ഭക്ഷണം കഴിക്കുവാണേ. ഋതികയുടെ സന്തോഷം കാണണം, ഭയങ്കര സന്തോഷമാണ്. അപ്പോഴേക്കും നമ്മുടെ അച്ചുവും ഹരിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവർ വരുന്നത് സ്വാതി ഋതികയ്ക്ക് കാണിച്ചു കൊടുക്കുക. അച്ചു ആണെന്നുണ്ടെങ്കിൽ ഹരിയെ കൊണ്ടുവന്ന് അവിടെ അങ്ങനെ ഇരുത്തി, ഇവരുടെ അടുത്ത് ഇരുത്തി. അപ്പോൾ പൂർണിമയും ഹരിയെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുക കേട്ടോ. ഓരോരുത്തർക്ക് കിട്ടുന്ന ഓരോരോ സൗകര്യങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഋതിക കളിയാക്കുക. എന്തു പറ്റി എന്ന് അച്ചു അന്നേരം ചോദിച്ചു. അയ്യോ ഒന്നുമില്ല. ജനിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ജാതകത്തിലൊക്കെ ജനിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതിക ഇങ്ങനെ ഹരിയെ അപമാനിക്കുക. രാജയോഗമല്ലേ, രാജയോഗം വന്ന് വീണിരിക്കുന്നത്. ഇരുത്താൻ ഒരാള്, എടുത്ത് കൊടുക്കാൻ ഒരാള്, എല്ലാം ഫ്രീ അല്ലേ, ഓസ് എന്നും പറഞ്ഞു ഇവളുമാർ രണ്ടും കൂടെ ഇരുന്ന് പുച്ഛിക്കല്, പരിഹസിക്കല്, കളിയാക്കല്, ചിരി. അപ്പോൾ ഹരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഹരി എവിടെ പോവാണെന്ന് ചോദിച്ചു അച്ചു. വേണ്ടെന്നും പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോകുമ്പോൾ അച്ചു ഹരി നിന്നേ എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴത്തേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. സേതുവും പിന്നാലെ വന്നു. അവർ രണ്ടുപേരും കൂടെ വന്നപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല അവർക്ക്. അപ്പോഴേക്കും അച്ചു വന്ന് ഋതികയോട് ചോദിച്ചു, നിനക്ക് എന്തിൻ്റെ കേടാ? നീ എന്തിനാ ഹരി ഇങ്ങനെ അപമാനിക്കുന്നതെന്ന്. അപ്പം ഞാനെന്താ ചെയ്തതെന്ന് ഋതി ചോദിക്കുമ്പം ഋതു കുത്തുവാക്ക് പറഞ്ഞതുകൊണ്ടല്ലേ ഹരി എഴുന്നേറ്റ് പോയതെന്ന് പല്ലവി ചോദിക്കുക. അപ്പോൾ സ്വാതി ഇരുന്ന് ചിരിക്കാം. കുറച്ചുകൂടി മനുഷ്യപ്പറ്റോടുകൂടി പെരുമാറിക്കൂടി നിനക്കെന്ന് സേതു ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെന്നും പറഞ്ഞ ഋതിക സേതുവിനോട് തറുതല പറയും. നിങ്ങളെന്താ എൻ്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കാത്തേ എന്ന് ഋതിക ചോദിക്കുക കേട്ടോ. ഹരിയെ കാണുമ്പോൾ മുഴുവനുമേ എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഞങ്ങളുടെ ആ പഴയ കാലമാണെന്നും എന്ത് രസമായിരുന്നു അതെന്നും നിങ്ങൾക്കറിയാവോ എന്നൊക്കെ ചോദിച്ചു. അച്ഛനും ഞങ്ങൾ 3 മക്കളും അമ്മയും. അപ്പോഴേക്കും പൂർണിമയ്ക്ക് കുറച്ചുകൂടി ദേഷ്യം ഹരിയോടുണ്ടാവണം. അതിനാണ് മകള് ശ്രമിക്കുന്നത്. അന്ന് ഞങ്ങൾ കണ്ട കുറേ സ്വപ്നങ്ങളുണ്ട്, അതുപോലെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ചോദിച്ചു. ഋതിക ഭയങ്കര ഒച്ചയെടുക്കലും ബഹളവും കാര്യങ്ങളും ഒക്കെ. അതൊക്കെ കേട്ടപ്പോൾ അച്ചു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ.
ഓരോ ദിവസം കഴിയും തോറും പൊന്നും മടം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങൾക്കാർക്കും അതിൽ സങ്കടമൊന്നും ഉണ്ടാവില്ല, എനിക്കെന്നാൽ അങ്ങനെ അല്ലെന്നും പറഞ്ഞുകൊണ്ട് പറയുന്നു. ഉള്ള എനിക്ക് നന്നായി തന്നെ പൊള്ളുവാണെന്നൊക്കെയാണ് ഋതുക പറയുന്നത്. ഈ തറവാടിനേറ്റ ഏറ്റവും വലിയ അപമാനമാണ് അച്ചുവിൻ്റെ കല്യാണമെന്നും പറഞ്ഞ് വീണ്ടും അപമാനിക്കുന്നു. പൂർണിമയാണെങ്കിലോ ഒന്നും മിണ്ടാതിരിക്കുന്നു. എനിക്കതിനെ പറ്റി ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പലതും പറയും, ഇനിയും പറയും. എൻ്റെ ഉള്ളിലെ വിഷമം തീരുന്നത് വരെ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഋതുക ഇങ്ങനെ ഇവരോട് പറയണം. അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുമെന്ന് എന്തുകൊണ്ടാണ് ഋതു നീ ഓർക്കാത്തതെന്ന് പല്ലവി ചോദിച്ചു. മനുഷ്യരായിട്ട് ജനിച്ച ആരുടെയും ജീവിതം അവർ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും മുന്നോട്ട് പോവാറില്ല. നമ്മളൊന്ന് സ്വപ്നം കാണും, വേറൊന്നാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറ്. അപ്പം നിങ്ങൾക്കതിനെ ന്യായീകരിക്കാനൊക്കെ പറ്റുമായിരിക്കും, ഞങ്ങൾക്കേ അത് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ എന്ന് സ്വാതി അന്നേരം പല്ലവിയോട് ചോദിക്കുക. ഇതൊക്കെ കേട്ടപ്പോൾ അച്ചുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഋതു, നാളെ നമ്മൾ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകേണ്ടി വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പോലും പറ്റുന്നതല്ല എന്നും ഇന്ന് നീ അപമാനിച്ചു വിട്ട ശ്രീഹരി ആയിരിക്കും നാളെ നിനക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാൻ പോകുന്നതെന്ന് നമ്മുടെ പല്ലവി പറയുമ്പോൾ ഉവ്വേ ശ്രീഹരി എനിക്ക് ഭക്ഷണം തരാൻ പോകുന്നെന്ന്, അതിലും ഭേദം ചാവുന്നതാണെന്ന് ഞാനങ്ങ് വിചാരിക്കുമെന്ന് ഋതുക അറം പറ്റുന്ന രീതിയിൽ സംസാരിക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ വല്ലാണ്ടായിട്ട് നിൽക്കും കേട്ടോ. എത്ര കുഴിച്ചെടുത്താലും തീരാത്ത സ്വത്തുണ്ടടി പൊന്നും മടത്തിന് എന്ന ഋതുകയുടെ ഒരു ഭീഷണിയും കൂടി. ആ പൊന്നും മടത്തിലെ അവകാശിയായ എനിക്ക് ഒരിക്കലും ഓട്ടോ ഡ്രൈവറുടെയും കാല് പിടിക്കേണ്ടി വരില്ല എന്നും പറഞ്ഞ ഋതുക പണത്തിൻ്റെ ഹുങ്ക് കാണിക്കും അവിടെ ഇരുന്ന്. അതൊക്കെ കേട്ടപ്പോൾ സേതു മിണ്ടാതെ നിൽക്കുക, കടിച്ചു പിടിച്ച്. എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണമെന്നും അപ്പോഴേ ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എത്ര വലുതാണെന്ന് നിനക്കൊക്കെ മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഋതുകയുടെ ഡയലോഗുകളും കാര്യങ്ങളും. ഇതൊക്കെ കഴിഞ്ഞപ്പം കണ്ടില്ലേ അമ്മയുടെ മക്കൾ തമ്മിൽ തല്ലുന്നത് അമ്മ കണ്ടില്ലേ എന്ന് പല്ലവി ചോദിച്ചു. ഈ വഴക്ക് അവസാനിക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, ഹരിക്ക് അമ്മ മാപ്പ് കൊടുക്കണമെന്ന് പൂർണിമയോട് പല്ലവി പറയുക. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് സ്വാതിയും ഋതുകയും അവിടെ ഇരിക്കുക. അച്ചു ആണെങ്കിൽ അവിടെ നിന്ന് ആകെ കരച്ചിലിൻ്റെ ഒരു ഇതും. അപ്പോഴേക്കും ഭക്ഷണം എടുത്ത് എറിഞ്ഞിട്ട് ഈ പൂർണിമ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി. പൂർണിമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ മക്കൾ രണ്ടുപേരും കഴിക്കലിൻ്റെ അളവ് കൂട്ടി. പൂർണിമ കയ്യും കഴുകി അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് ഇവർക്ക് സന്തോഷമായിട്ടോ. അപ്പോൾ ഈ പല്ലവിയും സേതുവൊക്കെ പറഞ്ഞത് കാറ്റിൽ പറത്തിക്കൊണ്ടാണല്ലോ പൂർണിമ മേള അവിടുന്ന് പോയത്. ആ സമയത്ത് സേതു ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക. സേതു എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്ന് അങ്ങ് പോകണം. ഈ സമയം നമ്മുടെ അച്ചു ഹരിയുടെ അടുത്തേക്ക് ചെല്ലുക. ഇതെന്താ ഹരി ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്? ഋതുവിൻ്റെ സ്വഭാവം ഹരിക്ക് അറിയാവുന്നല്ലേ, അവളിങ്ങനെ എപ്പോഴും കുത്തി നോവിച്ചുകൊണ്ടേ ഇരിക്കും, നമ്മളത് ഗവനിക്കാതിരുന്നാൽ പോരെ എന്ന് ചോദിച്ചു കേട്ടോ. ഞാനും ഒരു മനുഷ്യനാ, എനിക്കും ഉണ്ട് അന്തസ്സെന്ന് പറയുന്ന ഒരു സാധനം എന്നൊക്കെ ഹരി പറഞ്ഞു. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേന്ന് ചോദിച്ചു. സത്യം പറയാമല്ലോ, ഈ കല്യാണം കഴിക്കാൻ സേതുവേട്ടൻ എന്നോട് ആവശ്യപ്പെട്ട സമയത്ത് ഞാനിപ്പോൾ ശപിക്കുകയാണെന്ന് ഹരി അച്ചുവിനോട് പറഞ്ഞു. അതെന്താ ഹരി അങ്ങനെ പറഞ്ഞേ? എന്നെ മടുത്തോ എന്ന് ചോദിക്കുമ്പം ഞാൻ അനാഥനാണ്, കാശില്ലാത്തവനാ എന്ന് കരുതി ആരുടെയും മുന്നിൽ ഇതുവരെ തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടില്ല എന്ന് ഹരി അച്ചുവിനോട് പറയും. അത് കേട്ട് അച്ചുവിന് ഭയങ്കര സങ്കടമായി. എനിക്ക് അർഹതയില്ലാത്ത ഒരിടത്ത് വലിഞ്ഞു കയറി ചെല്ലുന്നൊരു സ്വഭാവവും എനിക്കില്ല എന്ന് പറഞ്ഞു ഹരി. ഈ വീട്ടിൽ താമസിക്കുന്ന ഓരോ നിമിഷവും നെരുപ്പോട് വീണ ഒരു ആളുടെ മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് ഹരി അച്ചുവിനോട് പറഞ്ഞു. എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ പറ്റും? ഇന്ന് ഋതുവിന് അങ്ങനെ തോന്നി, നാളെ അച്ചുവിനും അങ്ങനെ തോന്നാൻ പാടില്ലെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് തോന്നുന്ന ഹരി പറയുന്നതെന്ന് ചോദിച്ചു. ഹരിക്ക് എൻ്റെ ഭർത്താവാകാൻ യോഗ്യതയില്ലെന്നോ? എന്താ അങ്ങനെ തോന്നിക്കൂടെ? ശരിയല്ലേ അത്? നിങ്ങളൊക്കെ വലിയ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാ, പക്ഷേ വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവനൊന്നും അല്ല ഞാൻ, എനിക്കങ്ങനെ കരുതാനും പറ്റത്തില്ല എന്ന് ഹരി ഇങ്ങനെ അച്ചുവിനോട് പറഞ്ഞു. എന്നിട്ട് ഹരി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ അവിടെ നിന്ന് പോയി. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് കരുതി അവരുടെ ചേച്ചിയാണെന്ന് പറഞ്ഞ് എന്നെ ആ ലിസ്റ്റിൽപ്പെടുത്തേണ്ട കാര്യമില്ല ഹരി എന്ന് അച്ചു ഹരിയോട് പറയാം. എൻ്റെ കഴുത്തിൽ ഈ താലി കയറിയ നിമിഷം മുതൽ എല്ലാ അർത്ഥത്തിലും ഹരി എൻ്റെ ഭർത്താവ് തന്നെയാണെന്നും ഒരു ഭർത്താവിന് നൽകേണ്ട സകല ബഹുമാനവും ഞാൻ ഹരിക്ക് നൽകുന്നുണ്ടെന്നും അച്ചു ഹരിയോട് പറഞ്ഞു. ഹരിയുടെ അനാഥത്വം കാശില്ലായ്മയോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല, അതിനനുസരിച്ച് പെരുമാറാറുമില്ല. പിന്നെ നാളെ എൻ്റെ മനസ്സ് മാറുമെന്ന് പറഞ്ഞത് അത് വെറുതെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് പറയുന്നതാണെന്ന് അച്ചു ഇങ്ങനെ ഹരിയോട് പറഞ്ഞു കേട്ടോ. ഒരു ഭാര്യയുടെ കടമ എന്താണെന്ന് മൊബൈൽ നോക്കി പഠിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല ഹരി, അതെൻ്റെ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് തന്നെ മനസ്സിലാക്കിയവളാണ് ഞാനെന്നിങ്ങനെ പറയുമ്പോൾ സോറി അച്ചു, ഞാൻ പെട്ടെന്നൊരു വിഷമത്തിൽ പറഞ്ഞു പോയതാ. ഋതു എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതെ പറഞ്ഞു പോയതാ. അപ്പോൾ ഇങ്ങനെ ക്ഷമ ചോദിച്ചില്ലെങ്കിലും ഞാൻ ഹരിയോട് ക്ഷമിക്കും, കാരണം ഹരി എൻ്റെ ഭർത്താവാണെന്നും ഞാൻ ഹരിയുടെ ഭാര്യയാണെന്നും പറഞ്ഞ് അച്ചു ഇങ്ങനെ ആ ഒരു ഇത് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. ഹരിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പൂർണിമയാണ്. പൂർണിമ ഇങ്ങനെ മുറി അടച്ചിങ്ങനെ അകത്ത് കയറി അങ്ങനെ അടയിരിക്കുന്ന ഈ സമയത്ത് അച്ചുവിനെ ഇത്രയ്ക്ക് വെറുക്കണോ അമ്മയെന്ന്
പല്ലവി ചോദിച്ചു. ഞാൻ വെറുക്കുന്നു എന്ന് നിന്നോടാരാ പറഞ്ഞതെന്ന് പൂർണിമ ചോദിച്ചു. എനിക്ക് ആരോടും ഒരു വെറുപ്പും ഇല്ലാന്നും എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണെന്നും പൂർണിമ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ചുവിനെ നോക്കുക കേട്ടോ. ഒരാൾ തെറ്റ് ചെയ്താൽ പ്രതികരിക്കും, അതൊരമ്മയുടെ കടമയല്ലേ എന്ന് പൂർണിമ ചോദിച്ചു. എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. എങ്കിലും കുറച്ചുകൂടി മയത്തി പെരുമാറാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല അമ്മയെന്ന് പല്ലവി ചോദിക്കുക കേട്ടോ. അപ്പോൾ വേണ്ട ചേച്ചി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അച്ചു പറഞ്ഞു. നാളെ മുതൽ ഞാൻ വേറെ വെക്കാൻ പോവുകയാണെന്ന് നമ്മുടെ അച്ചു ഇങ്ങനെ പറഞ്ഞു. ഇനി അത് പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും ആരും പരാതി പറയാനും വന്നേക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു പൂർണിമ. എങ്കിൽ മിനിമം ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ വെച്ചെങ്കിലും ഹരിയെ നിങ്ങളൊന്ന് അപമാനിക്കാതിരിക്കണമെന്നും വയ്യാത്തത് കൊണ്ടാണ് ഹരി ഓട്ടോ ഓടിക്കാൻ പോകാത്തതെന്ന് അച്ചു പറയാം. ആരാ ഹരിയെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഋതികയും സ്വാതിയും വന്നു. ഞങ്ങളാണോ എന്നും ചോദിച്ച. അങ്ങനെ എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് അവളിങ്ങനെ നിൽക്കുമ്പോൾ അത് കണ്ടുപിടിച്ചോളും പോലീസ്. ബാക്കി മറുപടി അന്ന് പറയാമെന്ന് അച്ചു പറഞ്ഞു. അപ്പം നീ കുറേ നാളായല്ലോ അർത്ഥം വെച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. പോലീസ് അത്ര മിടുക്കരായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ പ്രതിയെ പിടിക്കാത്തതെന്ന് ഋതുക ചോദിച്ചു കേട്ടോ. ഋതു, പ്രതിയെ പോലീസ് പിടിച്ചു കഴിഞ്ഞു എന്ന കാര്യം പല്ലവി പറയാം. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഓട്ടോ കത്തിയതിൻ്റെ പിന്നിലെ സകല ദുരൂഹതയും ഉടനെ പുറത്തു വരുമെന്നുള്ള കാര്യവും പല്ലവി പറമ്പികളൊന്ന് കിടുങ്ങി. അപ്പോൾ സത്യം പുറത്തു വരട്ടെ, അപ്പോൾ അറിയാലോ ശത്രു ആരാണെന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ പറയുമ്പോഴത്തേക്കും സേതു അങ്ങോട്ടേക്ക് വന്നു. ഋതുക പെട്ടുവെന്ന് ഋതുകയ്ക്ക് മനസ്സിലായി. അതിനു വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നതെന്ന് അച്ചുവും പറഞ്ഞു. എൻ്റെ കല്യാണം മുടക്കാൻ നോക്കിയവരോട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ നിഖിലുമായിട്ടുള്ള കല്യാണം എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ഇത് ഞാൻ പൊറുക്കുമെന്ന് ആരും കരുതണ്ട, മാപ്പ് കൊടുക്കുകയുമില്ല എന്നുള്ള കാര്യം അച്ചു പറയുമ്പോഴും ഋതുക ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതും പറഞ്ഞ് അച്ചു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അച്ചു അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ഹരിയോട് അച്ചുവിനെ കെട്ടാൻ പറഞ്ഞത് ഞാനാ. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയും എനിക്കുണ്ട്. ഞാനത് ചെയ്യുമെന്ന് ഹരി ഇങ്ങനെ സേതു പറയുമ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ കയറി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്കില്ല എന്ന് സേതുവിനോട് പൂർണിമ പറയുന്നു. എന്ന് നിന്നോട് എനിക്ക് ഇഷ്ടക്കേട് തുടങ്ങിയോ ആ നിമിഷം മുതൽ എൻ്റെ മനസ്സിൻ്റെ പുറത്താണ് നീയെന്ന് പൂർണിമ സേതുവിനോട് പറയുന്നു. സ്വാതിക്കും ഋതികയ്ക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാ അർത്ഥത്തിലും അത് അങ്ങനെ ആയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പൂർണിമ ഇങ്ങനെ പറയുന്നു. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞ സേതു. ഞാൻ മുന്നിൽ വരരുത് അതല്ലേ ഉദ്ദേശിച്ചതെന്ന് സേതു ഇങ്ങനെ ഇവരോട് ചോദിക്കുക. അങ്ങനെ അതും പറഞ്ഞ് അമ്മയെ കാണണമെന്ന് എനിക്കിടയ്ക്ക് തോന്നും. ആ സമയത്ത് ആ സ്വരം ഒന്ന് കേൾക്കാൻ തോന്നുന്ന സമയത്ത് ഞാനത് സൂക്ഷിച്ചോളാം, ഇനി ഞാൻ മാക്സിമം വരാതിരുന്നോളാം എന്ന് പറഞ്ഞ് സേതു അവിടുന്ന് പോയി. അവളുമാർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. പറഞ്ഞു തീർന്ന അഹങ്കാരം അവസാനിച്ചില്ല. തൊട്ടടുത്ത നിമിഷം പോലീസുകാർ പൊന്നുമടത്തിലെത്തി. പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാതി ഓടുവാണ്. അമ്മേ പോലീസ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴത്തേക്കും പല്ലവിയും എല്ലാവരും ഇറങ്ങി വന്നു. അപ്പോൾ പൂർണിമ ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ. സേതുവും വന്നു. അപ്പോൾ എന്താ കാര്യം എന്നറിയില്ല. പൂർണിമാമ സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം, ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ആ പൂതാന വന്ന് ഇത് കാണും. അവളാണെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. പോലീസുകാർ വീട്ടുമുറ്റത്തെത്തുമെന്ന് ഒട്ടും ഋതുക പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഋതുക അന്നേരം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പം ഞാൻ ചെയ്ത തെറ്റെന്താണെന്നും ഞാനതിന് സ്റ്റേഷനിലേക്ക് വരണ്ടേ എന്നൊക്കെ പൂർണിമ ചോദിക്കുക. അപ്പോൾ എന്തിനാ മേഡം എൻ്റെ അമ്മയെ കൊണ്ടുപോകുന്നെന്ന് സേതു ചോദിച്ചപ്പോൾ പറയാനേ വിഷമമുണ്ടെന്ന് പറഞ്ഞു. പൂർണിമാമ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് ഈ മേഡം പറയുക. കേട്ടപ്പോഴേ ഞെട്ടിപ്പോവുക ചെയ്തത്. അപ്പോൾ എന്താ സംഭവം, കാര്യം പറയാൻ പറഞ്ഞു. എന്താണെങ്കിലും തുറന്നു പറയാൻ പറഞ്ഞു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, പിന്നെന്തിനാ പേടിക്കുന്നതെന്ന് പൂർണിമ ചോദിക്കുവാണ്. അപ്പോഴും ഇവർക്ക് ആർക്കൊന്നും മനസ്സിലാകുന്നില്ല, ഋതികയ്ക്ക് ഒഴിച്ച്. അപ്പം മേഡം പറയാൻ പറഞ്ഞു പല്ലവി. അപ്പോൾ ഋതിക പറഞ്ഞോളൂ, എല്ലാവരും കേൾക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അന്ന് നടന്ന ഓട്ടോ കത്തിക്കലില്ലേ, കത്തിച്ച ക്രിമിനൽ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഇവളിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും ചില തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് മേഡം പറഞ്ഞു. അപ്പോഴേക്കും സ്വാതിയും ഋതുക ഇങ്ങനെ നോക്കുക. അത് വന്ന് നിൽക്കുന്നത് പൂർണിമ അമ്മയിലേക്കാണെന്ന് പറയുമ്പോൾ ഇവർ വന്ന് അന്തം വിട്ടിങ്ങനെ നിൽക്കുക, പല്ലവിയും സേതുവും ഒക്കെ. എന്ത് തോന്നിവാസോ നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ആരെ രക്ഷിക്കാനാണ് നിങ്ങൾ ഈ നാടകം കളിക്കുന്നതെന്ന് പൂർണിമ ചോദിക്കുക അന്നേരം പോലീസിനോട്. പല്ലവി ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുക. തെളിവുകളൊക്കെ എന്നിലേക്ക് വന്ന് നിൽക്കേ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്ക് ഓരോ ക്രിമിനൽസുമായിട്ടും യാതൊരു ബന്ധവുമില്ല, അങ്ങനൊരു സ്ത്രീ അല്ല ഞാൻ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പൂർണിമ പറഞ്ഞു. എൻ്റെ സംസ്കാരവും അതല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും
പല്ലവിയൊക്കെ നിന്ന് ഇങ്ങനെ കിടുകിടാ വിറക്കിയത് എന്ത് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ആവരുത്. അപ്പം തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. നിർഭാഗ്യവശാൽ ഈ കേസിൽ അത് നിങ്ങൾക്കെതിരായി പോയി എന്ന് മാത്രമാണെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇല്ല മാഡം, ഒരിക്കലും അമ്മ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പല്ലവി പറയുമ്പോൾ വ്യക്തമായ തെളിവുകളുണ്ട് പല്ലവി. അതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചറിയാനാ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞതെന്നുള്ള കാര്യം പറയണു. ഇത് കേട്ടപ്പോൾ പുള്ളിക്കാരി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുകയാണേ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.